ഭാരതീയമായ എന്തു കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുമ്പോൾ അതിനുവേണ്ടി പൂജയും വേദമന്ത്രങ്ങളും ഗോപൂജയും ഭൂമിപൂജയും നടത്തി ഗുരുക്കന്മാർക്കും നമ്മളുടെ മാതാപിതാക്കൾക്കും ഗുരുദക്ഷിണയും നൽകിയ ശേഷമേ നമ്മൾ ആ ചടങ്ങിന് ആരംഭം കുറിക്കാറുള്ളൂ. മംഗളകരമായ എന്തു കാര്യത്തിനും അങ്ങനെയാണ്. വിവാഹം പോലും നടത്തുന്നത് വേദമന്ത്രങ്ങൾ ഉരുവിട്ടും അതിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ ശേഷം മാത്രമേ വിവാഹങ്ങൾ വരെ നടത്താറുള്ളൂ. എന്നാൽ ഇന്ന് ഇതിനെയെല്ലാം വിമർശിക്കുന്ന ഒരു വിഭാഗം പ്രത്യേകിച്ച് കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു. ഇതിന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ പിന്തുണ നൽകുന്നു. ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതി കാലഹരണപ്പെട്ടതാണെന്നും പല രാജ്യങ്ങളുടെയും നാശത്തിനും അവിടുത്തെ സംസ്കാരത്തെയും ജനങ്ങളെയും നശിപ്പിച്ചതിൻ്റെ ഫലമായി അവർ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ ആശയം പേറി ഇന്നും ഈ ആശയം കൊണ്ട് തങ്ങളുടെ രാജ്യത്ത് സ്വർഗം തീർക്കാമെന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ഏതു രാജ്യത്ത് എടുത്തു നോക്കിയാലും അതിനു നേതൃത്വം വഹിച്ചവർ കട്ടുമുടിച്ച് അവർ സ്വർഗതുല്യമായ ജീവിതം നയിക്കുകയും അണികളെ കൊടും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്നു. അതുതന്നെയാണ് ഇന്ന് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മാധ്യമങ്ങളുടെയും ഒരു പിന്തുണയുണ്ട്. ഹിന്ദു ആചാരമായി എന്തു ചടങ്ങുകൾക്ക് പൂജയോ മറ്റോ നടത്തിയാൽ അതിനെ തുടർന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഒരു കാലത്ത് ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ച വിദേശികൾ തന്നെ ഇപ്പോൾ അവരുടെ വിവാഹ ചടങ്ങുകൾ വരെ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് നടത്തുവാൻ ശ്രമിക്കുന്ന കാലത്ത് കേരളീയർ മാത്രം അതിനു മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാലമാണ്. മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും നടക്കുന്ന ചടങ്ങുകൾ നിങ്ങളൊന്ന് കാണുക. ഗുരുഭ്യോ നമഃ. ഹരി ഓം. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. ഓം ശാന്തി. ഇത് ഇന്ത്യൻ പാർലമെന്റിലോ മറ്റോ നടന്ന ചടങ്ങാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇതൊരു വിദേശ പാർലമെൻറ്റിൽ നടക്കുന്ന ചടങ്ങാണ്. അവർക്ക് വേദമന്ത്രങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ടെന്ന് അറിയാം. എന്നാൽ കേരളീയർക്ക് ഇതൊന്നും അറിയില്ല. ഇത് ചരിത്രത്തിൽ ആദ്യമായി തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായി അവിടത്തെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് മുൻപുള്ള പൂജയും മറ്റുമാണ്. ഈ ചടങ്ങ് കാണുമ്പോൾ പ്രബുദ്ധ കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ എംപിമാർക്ക് പിടിക്കുമോ ആവോ? ഇത് അവർ അറിഞ്ഞാൽ രേവന്ത് റെഡ്ഡി രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. ഈ സംഭവങ്ങളൊന്നും മലയാള മാധ്യമങ്ങൾ അറിഞ്ഞ മട്ടേയില്ല. തെലുങ്കാനയിൽ നടന്ന വിജയത്തിനെ തുടർന്ന് അവിടെ നടന്ന ആചാരങ്ങളും അതിനെ തുടർന്ന് നടന്ന ചടങ്ങുകളുമാണ് ഈ കാണുന്നത്. ഇത് കോൺഗ്രസ് മന്ത്രിസഭയാണോ അതോ BJP മന്ത്രിസഭയാണോ എന്ന് ഇവർ തന്നെ സംശയിക്കുന്നുണ്ടാകാം. ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ശേഷം ഇദ്ദേഹവും ഭാര്യയും ഗോപൂജ നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണുക. ഇതെല്ലാം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. ഈ ചടങ്ങുകൾ നമ്മളുടെ മലയാള നാട്ടിൽ നടന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ചൊറിച്ചിൽ തുടങ്ങും. പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പൂജയിൽ പങ്കെടുത്തതിന് വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ എവിടെ പോയി? 28 मई को जब नए संसद भवन का उद्घाटन होगा तो उसमें शुरुआत खास तौर पर पूजा पाठ से और अधिनियम की പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചടങ്ങിൽ ഹിന്ദു പൂജാരികളും സന്യാസിമാരുമാണ് പങ്കെടുത്തതെന്ന് മലയാള മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചിരുന്നു. യഥാർത്ഥ കാഴ്ച ഇതൊന്നുമല്ല. മലയാള മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ്. ഹിന്ദു ആചാരങ്ങളെ എങ്ങനെയും മോശമാക്കി ചിത്രീകരിക്കുവാൻ ഇവർ ശ്രമിക്കുന്നു. എന്നാൽ
UK-യുടെ ഭരണാധികാരിയായി അധികാരമേറ്റ ഋഷി സുനക് നടത്തിയ ഗോപൂജയും ക്ഷേത്ര ദർശനങ്ങളും മറ്റു ചടങ്ങുകളുമാണ് ഈ കാണുന്നത്. Rishi Sunak was named as UK's Prime Minister on Diwali. Two years ago. പ്രബുദ്ധരായ മലയാളികളുടെ നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പശുക്കിടാവിനെ നടുറോട്ടിലിട്ട് വെട്ടിക്കൊന്ന് ബീഫ് ഫെസ്റ്റിവൽ നടത്തി പ്രതിഷേധിക്കുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. ഇത് തെലങ്കാനയിലെ ഉപമുഖ്യമന്ത്രി, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മല്ലു ഭാട്ടി വിക്രമാർക്ക ഓഫീസ് അധികാരമേൽക്കാൻ പോകുന്നതിൻ്റെ ചടങ്ങാണ്. നാല് വോട്ടിന് വേണ്ടി സ്വന്തം സംസ്കാരത്തെ മറക്കുന്നവരാണ് കോൺഗ്രസ്സിലുള്ളത്. കാസർഗോഡ് MP ഉണ്ണിത്താൻ തൻ്റെ നെറ്റിയിലെ ചന്ദനക്കുറി മായ്ച്ചു കളഞ്ഞ് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതാണ്. ഇത്രയും ഭീരുക്കളാണ് കോൺഗ്രസ്സിലെ നേതാക്കന്മാർ. സഹാക്കൾ അയ്യപ്പസ്വാമിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയില്ല എങ്കിലും ആഫ്രിക്കയിലെ ജനങ്ങൾ പോലും അയ്യപ്പൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ ഭക്തിലഹരിയിൽ ലയിക്കുന്നത് ശബരിമല വിരോധികൾ കൂടി ഒന്ന് കണ്ടിരിക്കുന്നത് നന്നായിരിക്കും.